പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ സാമി സെയിനും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻ്റ് ആയിരുന്നു. ഇരുവരും മെയിൻ ഇവൻറ്റിൽ ഏറ്റുമുട്ടാൻ പോകുന്ന മത്സരത്തെ സംബന്ധിച്ച് പറയുന്നു. കോഡി റോഡ്സിനെ ഗോൾഡൻ ബോയ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓപ്പർച്യൂണിറ്റി നേടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് സാമി സെയിൻ കളിയാക്കുന്നു. കോഡി റോഡ്സും അതിനുള്ളൊരു മറുപടി കൊടുക്കുന്നു. അപ്രതീക്ഷിതമെന്നോണം ഗുന്തറിൻ്റെ തിരിച്ചറിവും കോഡി റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്ന മൊമെൻറ്റ്സുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. സാമി സെയിനുമായിട്ട് ഗുന്തർ ഫേസ് ടു ഫേസ് വന്ന് സാമി സെയിൻ കോഡി റോഡ്സിനെ ഭയക്കേണ്ടതില്ല, ഗുന്തറിനെ ഭയന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. സാമിയുടെ ചാമ്പ്യൻഷിപ്പിന് താനാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ ഗുന്തർ പറയുന്നു. ഒഫീഷ്യൽസ് ഗുന്തറിനെ പിടിച്ചു മാറ്റുന്നു. കോഡി റോഡ്സിന് വലിയ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റുന്നതായിട്ട് കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ഇൻ റിംഗ് സെഗ്മെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് സൂപ്പർ താരമായ സെത്ത് റോളിൻസിന്റെ സെഗ്മെന്റ് ആണ്. ആ സെത്ത് റോളിൻസിന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത് സമ്മർ സ്ലാമിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് അദ്ദേഹം ചലഞ്ച് ചെയ്യാൻ പോകുന്ന റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ്. റോമൻ റെയിൻസ്, സെത്ത് തുടങ്ങിയവരുടെ ഒരു ചരിത്രം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഷീൽഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് അതിലെ കാര്യങ്ങളൊക്കെ സെത്ത് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. കുറേയധികം നേരം അദ്ദേഹം സംസാരിക്കുന്നു. തുടക്കത്തിൽ ഇത് നല്ലൊരു ഫയറിംഗ് പ്രൊമോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പോകെ ആളുകൾക്ക് മടുപ്പ് തോന്നിക്കുന്ന ഒരു പ്രൊമോയായി മാറി. അങ്ങോട്ടേക്കാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി പോലെ LA Knight കയറി വരുന്നത്. LA Knightനെ ആരും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. LA Knight വരുന്നു. ഒരു ആരാധകൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് LA Knight പറയുന്നത്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുന്നു. നീ ഇപ്പോൾ ഇതാ ആ ഒരു കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിൽ പുറത്തായതാണ്, താനും പുറത്തായി. പക്ഷേ നിനക്ക് സമ്മർ സ്ലാമിലൊരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടി, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അവസരങ്ങളെല്ലാം ബ്ലഡ് ലൈനിലെ നമ്പേഴ്സ് അഡ്വാൻറ്റേജ് കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പും തനിക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് LA Knight ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ തന്നെ ഒരിക്കലും തളർത്താൻ സാധിക്കില്ല, താൻ കയറി വരും എന്നൊക്കെ LA Knight പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നിന്ന സെത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ നിന്നെ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിൻ്റെ ടൈറ്റിൽ താൻ വിജയിച്ചതിന് ശേഷം അത് ആദ്യം ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് LA Knightനെതിരെ ആയിരിക്കുമെന്നും പറഞ്ഞ് സെത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. LA Knightനെ പിറകിലൂടെ വന്ന ജിമ്മി ഊസോ സൂപ്പർ കിക്ക് കൊടുത്ത് ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും തുടക്കത്തിലെ നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുണ്ടായി. റോ എപ്പിസോഡ് നേരെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. റോ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് ഗുന്തറിനോട് ആ വാതിൽ വഴി പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു, ഇനി വരരുത് എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് സർപ്രൈസായി നിക്ക് ഓൾഡിസിൻ്റെ ഒരു തിരിച്ചറിവ്, നിക്ക് ഓൾഡിസും ഗുന്തറും തമ്മിലുള്ള ഒരു ഉന്തുന്നളും അവിടെ ഉണ്ടാകുന്നു. നിക്ക് ഓൾഡിസിനെ ആദം പിയേഴ്സ് പിടിച്ചു വെക്കുന്നു. നിക്ക് ഓൾഡിസ് എന്തിനാണ് സ്പാക്ഡൗണിൻ്റെ ചാമ്പ്യൻഷിപ്പ് മത്സരം റോയിലേക്ക് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ആദം പിയേഴ്സിനോട് ചൂടാകുന്നു. നിന്റെ ഈഗോയൊന്നും ഇവിടെ വർക്കൗട്ട് ആകില്ല, താനാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ആദം പിയേഴ്സ് നിക്ക് ഓൾഡിസിൻ്റെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി. പിന്നീട് റോ എപ്പിസോഡിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നടക്കേണ്ടത്. നിലവിലെ ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ്, മുൻ ചാമ്പ്യന്മാരായ ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഭാഗമായി സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആദ്യം റിംഗിലേക്ക് വരുന്നു. എൻട്രൻസിന് തയ്യാറായി നിൽക്കുന്ന ദ വിഷൻ ടീമിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് പോൾ ഹീമൻ ചെയ്യുന്നത്. ബ്രോൺ ബ്രേക്കറിന് സെത്തിനെ തളർത്താൻ സാധിച്ചില്ല എന്നും ജോ ഹെൻറിയെ ഒതുക്കാൻ ഓസ്റ്റിൻ തിയറിക്ക് സാധിച്ചില്ല എന്നും നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല, എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ മനഃപൂർവ്വം മാക്സിമം തളർത്താൻ പോൾ ഹീമൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ഡീമോട്ടിവേഷനാണ്. അതായത് നെഗറ്റീവ് പറഞ്ഞിട്ട് ആ നെഗറ്റീവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള പോൾ ഹീമൻ്റെ ഒരു തന്ത്രമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അത് മത്സരത്തിലും പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇത് ദ വിഷൻ ടീമിൻ്റെ ഒരു വിജയം എന്നുള്ളതിൽ ഉപരി മാക്സിനി ഡുപ്രിയുടെ ഒരു സഹായത്താൽ ദ വിഷൻ ടീം വിജയം സ്വന്തമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല രസത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരത്തിൽ പതിവ് പോലെ ലോഗൻ പോൾ ബ്രാസ് നെക്കിൾസ് അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം മുന്നിട്ടേക്ക് വെക്കുന്നു. പക്ഷേ ഇത്തവണ ഒരു ട്രിക്ക് കൂടി ലോഗൻ പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രാസ് നെക്കിൾസ് റിങ്ങിലേക്ക് ഇടുന്ന സമയത്ത് അത് റഫറി കണ്ടുപിടിക്കുന്നു. ആ ഒരു അവസരത്തിൽ രണ്ടാമത്തെ ബ്രാസ് നെക്കിൾസ് ഉപയോഗിച്ച് ദ വിഷൻ ടീമിനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുപയോഗിച്ച് ഏഞ്ചലോ ഡോക്കിൻസ് ആണ് അടിക്കുന്നത്. മോന്റസ്ഫോർഡിൻ്റെ ഒരു ഹൈ ഫ്ലൈ മൂവ് ബ്രോൺ ബ്രേക്കറിനെതിരെ ചെയ്യുന്നു. അതിനുശേഷം ഈ ഏഞ്ചലോ ഡോക്കിൻസ് ഓസ്റ്റിൻ തിയറിയെ ഫിനിഷർ അടിച്ച് മത്സരം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാണെങ്കിലും മാക്സിനി ഡുപ്രിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവും ഏഞ്ചലോ ഡോക്കിൻസിനെ ലോ ബ്ലോ ചെയ്യുന്നതും ദ വിഷൻ ടീമിൻ്റെ ഒരു വിജയത്തിലേക്ക് നയിച്ചു. അങ്ങനെ പുതിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായി ദ വിഷൻ ടീമിന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം നഷ്ടപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പ് ഇവർക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നു. അതിനുശേഷം മാക്സിനി ഡുപ്രിയും
ഓസ്റ്റിൻ തിയറിയും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതായി കാണാൻ സാധിച്ചു. മാക്സിനി ഡുപ്രി ദ വിഷൻ ടീമിൽ ജോയിൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ ഓസ്റ്റിൻ തിയറിയുടെ നിർദ്ദേശപ്രകാരം ഓസ്റ്റിൻ തിയറിയുടെ കൂടെ നിന്നിട്ട് ആ ഓസ്റ്റിൻ തിയറിയുടെ ഒരു പെയറായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു ആംഗിളിൽ തന്നെയാണ് മാക്സിനി ഡുപ്രി ഓസ്റ്റിൻ തിയറിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതേ ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു പാറ്റേൺ ആണോ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് റോ എപ്പിസോഡ്സ് ഇനിയുള്ളതൊക്കെ കണ്ടാലാണ് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ എന്തായാലും ദ വിഷൻ ടീമിലേക്ക് ഒരു ഫീമെയിൽ മെമ്പറിനെ കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണെന്ന് പറയാൻ എനിക്ക് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ദ വിഷൻ ടീമിൻ്റെ സ്റ്റോറിക്ക് ഇനി ഒരു വേറിട്ട ഒരു രീതിയിലേക്ക് പോകാൻ സാധിക്കുക മാക്സിനി ഡുപ്രിയിലൂടെ ആയിരിക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതെങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് റോ എപ്പിസോഡ്സ് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ സ്റ്റാഫ് കോഡി റോഡ്സിനെ ചെക്ക് ചെയ്യുന്നു. കോഡി റോഡ്സിന് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മെഡിക്കൽ സ്റ്റാഫ് പറയുന്നു. കൂടുതൽ സ്കാനിങ്ങിനായിട്ട് എറീനെ വിട്ടു പോകാൻ ആദം പിയേഴ്സ് കോഡി റോഡ്സിനോട് പറയുന്നതായിട്ടുള്ളൊരു മൊമെൻ്റാണ് കാണാൻ സാധിച്ചത്. ഇതേ സമയത്ത് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിച്ച സന്തോഷത്തിൽ ദ വിഷൻ ടീം നടന്നു വരുന്നു. ലോഗൻ പോൾ നിങ്ങൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് വരുന്നു. മാക്സിനി ഡുപ്രി ഓസ്റ്റിൻ തിയറിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോൾ ഹെയ്മൻ വരുന്നു. പോൾ ഹെയ്മൻ വന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് അത് മികച്ചതായി എന്ന് പറയുന്നു. അപ്പോൾ ഓസ്റ്റിൻ തിയറി അത് സന്തോഷത്തോടു കൂടി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ട്. പക്ഷേ ഓസ്റ്റിൻ തിയറിയോടല്ല പോൾ ഹെയ്മൻ അത് പറയുന്നതെന്നും അത് മാക്സിനി ഡുപ്രിയോടാണ് പറയുന്നത് എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ കാറിൽ കയറി പോകുന്നു. പോൾ ഹെയ്മൻ അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്യാൻ വേണ്ടി പിന്നീട് അങ്ങോട്ടേക്ക് പോയി വിഷൻ ടീം കാറിൽ കയറി പോകുന്ന സമയത്ത് ഓട്ടിസും അക്കീറ ടൊസാവയും മാക്സിനി ഡുപ്രി ദ വിഷൻ ടീമിൽ ജോയിൻ ചെയ്തതിനോടുള്ള ഒരു കൺഫ്യൂഷനോട് കൂടി നോക്കി നിൽക്കുന്ന ഒരു ഭാഗവും അവിടെ കാണിക്കുകയുണ്ടായി. റോ എപ്പിസോഡിലെ രണ്ടാമത്തെ മത്സരമായി ഇത് നടന്നിട്ടുണ്ടായിരുന്നത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ സോൾ റൂക്ക ജഡ്ജിയുടെ ടീം അംഗമായ റഗിൽ റോഡ്രിഗസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. റഗിൽ റോഡ്രിഗസിന് വിജയിക്കാൻ വലിയ സാധ്യതകളുണ്ടായിരുന്നു. ലിവ് മോർഗൻ, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ഒരു സഹായം മത്സരത്തിൽ ഉടനീളം റഗൽ റോഡ്രിഗസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വലിയൊരു തടസ്സമായിട്ട് നിന്നത് സമ്മർ സ്ലാമിൽ ലിവ് മോർഗൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഇയോസ്കൈ ആയിരുന്നു. ഇയോസ്കൈ വന്നിട്ട് സോൾഡ്രോക്കെ സഹായിക്കുന്ന പോലെ ലിവ് മോർഗൻ, റോക്സിനി പെരസ് തുടങ്ങിയവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് സോൾ സ്നാച്ചർ എന്ന് പറയുന്ന ഫിനിഷർ അടിച്ചുകൊണ്ട് റഗൽ റോഡ്രിഗസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി സോൾഡ്രോക്ക ടൈറ്റിൽ റിട്ടേൺ ചെയ്തതായി നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് മാത്രമല്ല അടുത്ത റോ എപ്പിസോഡിൽ ഇയോസ്കൈയും റോക്സിനിയും പെരസും തമ്മിലുള്ള ഒരു 1-on-1 മത്സരം കൂടി കൺഫേം ചെയ്യപ്പെടുകയുണ്ടായി. റോ എപ്പിസോഡിലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡയുടെ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായിരുന്നു. അവിടേക്ക് ഈതൻ പേജ്, റൂസേവ് തുടങ്ങിയവർ വരുന്നു. ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചും ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചും സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് ചാഡ് ഗാബിൾ, ഡ്രാഗൻ ലീ തുടങ്ങിയവർ വരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ടാഗ് ടീം മത്സരം സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് ഇവർക്കിടയിൽ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുകയുണ്ടായി. ഇത് മാത്രമല്ല അടുത്ത റോ എപ്പിസോഡിൽ ഒരു 7 men ഗോട്ട്ലെറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡർ മത്സരമാണ്. ഇതിൽ ഡൊമിനിക് മിസ്റ്റീരിയോ, ഡ്രാഗൻ ലീ, ഈതൻ പേജ്, റൂസേവ്, ചാഡ് ഗാബിൾ, ജോ ഹെൻറി അങ്ങനെയുള്ള താരങ്ങളൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ജിവോൺ എവൻസും ഉണ്ട്. ഈ 7 റെസ്ലേഴ്സിൽ ആരാണ് വിജയിക്കുന്നത് ആ റെസ്ലറിന് പെൻഡയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ. റോ എപ്പിസോഡ് തിരികെ റിങ്ങിലെ സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. പോൾ ഹെയ്മൻ വരുന്നു. ഹെൽ ഇൻ എ സെൽ മത്സരത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. പതിവ് പോലെ ഒബാഫെമിയെ ബ്രോക്ക് ലെസ്നർ പരാജയപ്പെടുത്തും എന്നൊക്കെ സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒബാഫെമി കയറി വരുന്നു. പതിവ് പോലെ ബ്രോക്ക് ലെസ്നറിനെ പരാജയപ്പെടുത്തുമെന്നും പോൾ ഹെയ്മനെ നരകത്തിലേക്ക് അയക്കുമെന്നൊക്കെ പറയുന്നു. ബ്രോക്ക് ലെസ്നറിൻ്റെ ജന്മനാട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷോ നടക്കുന്നത് എന്നുള്ളതും ഒബാഫെമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച്, കുട്ടികൾക്ക് മുന്നിൽ വെച്ച് ബ്രോക്ക് ലെസ്നറിനെ ഇല്ലാതെയാക്കുമെന്നുള്ളതാണ് ഒബാഫെമി പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി അടുത്ത റോ എപ്പിസോഡിൽ ബ്രോക്ക് കൊടുത്തേക്കും. കാരണം റോ എപ്പിസോഡിൽ ബ്രോക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെടുകയുണ്ടായി. മറ്റൊരു റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ സാമി സെയിൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരത്തിന് വേണ്ടിയിട്ട്. അപ്പോഴും കോഡി റോഡ്സ് മെഡിക്കലി ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് ഈ ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്. അപ്പോഴും സാമി പറയുന്നുണ്ട് എങ്ങനെയായാലും താൻ വിജയിക്കും എന്നുള്ളത്. അങ്ങോട്ടേക്ക് റോ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് വരുന്നു. കോഡി റോഡ്സിനെതിരെയുള്ള മത്സരം ക്യാൻസലായി എന്ന് പറയുന്നു. കോഡി റോഡ്സിന് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ആ ഒരു സമയത്ത് സാമിയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു എന്നുണ്ടെങ്കിലും ഈ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുമെന്നും മറ്റൊരു എതിരാളിയെ താൻ കണ്ടുപിടിക്കുമെന്നുള്ളതും ആദം പിയേഴ്സ് പറയുന്നു. പക്ഷേ ആ എതിരാളി ആരാണെന്ന് ആദം പിയേഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല എന്നും കണ്ടുപിടിക്കണമെന്നുള്ളതാണ് ആദം പിയേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു മിസ്റ്ററി ഒപ്പോണൻറ്റ് ആയിരിക്കും സാമി സെയിൻ എന്നുള്ള രീതിയിലേക്കാണ് മെയിൻ ഇവൻറ്റ് ബിൽഡപ്പ് ആകുന്നത്.
റോ എപ്പിസോഡിലെ മൂന്നാമത്തെ മത്സരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഈതൻ പേജ്, റൂസേവ് തുടങ്ങിയ ഒരു ടീം ആയിക്കൊണ്ട് ചാഡ് ഗേബിൾ, ഡ്രാഗൻ ലീ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. എവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഗംഭീരമെന്ന് പറയാനും സാധിക്കാത്ത ഒരു മിഡ് ലെവലുള്ള ഒരു മത്സരമായിരുന്നു നമുക്ക് ഈ ഒരു ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിലെ കുഴപ്പമില്ലാത്ത മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ടാഗ് ടീം മത്സരം. ഈ ടാഗ് ടീം മത്സരത്തിൽ റൂസേവ് ഡ്രാഗൻ ലീയെ സബ്മിഷൻ ഉപയോഗിച്ച് പരാജയപ്പെടുത്തിയവരുടെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം റൂസേവ് ഡ്രാഗൻ ലീക്കെതിരെയുള്ള ആക്രമണം തുടർന്നു. ചാഡ് ഗേബിൾ അടിക്കാൻ വേണ്ടി വന്നു. ചാഡ് ഗേബിളിനെയും റൂസേവും ഈതൻ പേജും ചേർന്ന് ആക്രമിക്കുന്നുണ്ട്. ജോ ഹെൻറി വന്നിട്ട് ഒരു രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ജോ ഹെൻറിയെയും അവസാനം റൂസേവ് സബ്മിഷൻ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന നമ്പർ 1 കണ്ടർ മത്സരം കുറച്ച് ഹീറ്റായിരിക്കും, നല്ലൊരു മത്സരമായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ ഒരു അറ്റാക്കിംഗ് സെഗ്മെൻറ്റ്സിലൂടെ അവർ റോ എപ്പിസോഡിൽ സമ്മാനിക്കുന്നത്. പിന്നീട് വന്ന ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ ജിമ്മി യൂസോ എന്തിനാണ് LA നൈറ്റിനെ സൂപ്പർ കിക്ക് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ LA നൈറ്റ് ബ്ലഡ്ലൈനെതിരെയുള്ള പേര് എപ്പോഴും പരാമർശിക്കുന്നതിനുള്ള ഒരു മറുപടി കൊടുത്തതാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് LA നൈറ്റ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വരവ് നടത്തുന്നു. ഒരു ഫൈറ്റ് അവിടെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജിമ്മി യൂസോയുടെ അടുത്തേക്ക് LA നൈറ്റ് എത്തുന്നതിന് മുൻപേ ജേക്കബ് ഫാറ്റു LA നൈറ്റിനെ ആക്രമിക്കുന്നു. ബ്ലഡ്ലൈനെതിരെ ആര് നിന്നാലും പ്രശ്നമാകുമെന്നുള്ളതും ജേക്കബ് ഫാറ്റു അവിടെ പറയുകയുണ്ടായി. മെയിൻ ഇവന്റിന് തൊട്ട് മുൻപുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ആരായിരിക്കും സാമി സൈൻ്റെ ഒപ്പോണന്റ് എന്നുള്ളത് ഏതൻ പിയേഴ്സിന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കുറേയധികം ഫോൺ കോളുകൾ നടത്തുന്നു, കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കുന്നില്ല. അങ്ങോട്ടേക്ക് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് വരുന്നു. താനൊരു ഒപ്പോണന്റിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു നന്ദി പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവർ ആ മെയിൻ ഇവന്റ് മത്സരത്തിനുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കുന്നു. അങ്ങനെ സാമി സൈൻ വരുന്നു. CM പങ്കിൻ്റെ ഒരു മ്യൂസിക്കാണ് പ്ലേ ആകുന്നത്. CM പങ്കിൻ്റെ എൻട്രൻസ് ഒക്കെ ഗ്രാൻഡ് എൻട്രൻസ് ആയിരുന്നു. ആ CM പങ്കിൻ്റെ ഹോം ടൗണിൽ വെച്ച് നടക്കുന്ന റോ എപ്പിസോഡിൽ CM പങ്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ പാറ്റേൺ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കോഡി റോഡ്സിന് ഇഞ്ചേർഡ് ആകുന്നു, പകരം CM പങ്ക് വരുന്നു. CM പങ്കും സാമി സൈനും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നു. ഇതൊക്കെ CM പങ്ക് വിജയിക്കുമെന്ന് പോലും ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാകില്ല. കാരണം കുറച്ചധികം നാളുകളായിട്ട്, കൃത്യമായി പറഞ്ഞ റസൽമേനിയ 42 ശേഷം ഈ സ്റ്റോറി ലൈനിൽ പോലും ആക്റ്റീവ് അല്ലാത്ത CM പങ്ക് WWE മാനേജ്മെൻറ്റുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന CM പങ്ക്, ഈ CM പങ്ക് തിരികെ വന്ന ആദ്യ മത്സരത്തിൽ തന്നെ റോയുടെ മെയിൻ ഇവൻറ്റിൽ സ്വന്തം നാട്ടിൽ വെച്ച് അദ്ദേഹം ഒരു അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം കളിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതിലുപരി അദ്ദേഹം വിജയിക്കുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിൽ എല്ലാവരുടെയും പ്രഡിക്ഷൻസിനെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു മെയിൻ ഇവൻറ്റ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം. CM പങ്ക് ഈ പ്രായത്തിലും അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണരുത്. കാരണം CM പങ്ക് വിജയിച്ചതിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് അറിയാം. അത് ക്രിയേറ്റീവ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ CM പങ്കിൻ്റെ പ്രകടനം, സാമി സൈൻ്റെ പ്രകടനം, അതൊക്കെ നമ്മൾ കൈ നീട്ടി സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുകയുള്ളൂ. ഈ പ്രായത്തിലും മികച്ചൊരു മാച്ച് അദ്ദേഹം സമ്മാനിച്ചു. അദ്ദേഹം ടയേർഡ് ആകുന്ന പോലെ ഫീൽ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് മാച്ചിൻ്റെ ഒരു സൈക്കോളജിയാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. സാമി സൈനെ സംബന്ധിച്ച് ഒരു ട്രാൻസാക്ഷണൽ ചാമ്പ്യൻ, അതായത് ഈ കോഡി റോഡ്സിൻ്റെ കൈവശത്ത് നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മറ്റൊരു റെസ്ലറിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഇടക്കാല ചാമ്പ്യൻ എന്നുള്ളത് ഉപരി മറ്റൊന്നും സാമി സൈനിൽ നിന്ന് ഫാൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫാൻസിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചൊരു നിരാശ ഉണ്ടാക്കിയത് പെട്ടെന്ന് സാമി സൈൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടു. ഒരു ഹൗസ് ഷോയിൽ പോലും, ടെലിവൈസ്ഡ് അല്ലാത്ത ഒരു ഹൗസ് ഷോയിൽ പോലും മര്യാദക്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാമി സൈൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. ആദ്യ ടൈറ്റിൽ ഡിഫൻസിൽ തന്നെ, അത് ഹൗസ് ഷോയിലോ വീക്ക്ലി എപ്പിസോഡിലോ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ വേൾഡ് ടൈറ്റിൽ ഡിഫൻസിൽ തന്നെ അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ സാമി സൈൻ എന്ന് പറയുന്ന റെസ്ലർ ഒരു വേൾഡ് ടൈറ്റിൽ പറ്റിയ ഒരു മെറ്റീരിയൽ അല്ല എന്നുള്ളത് കമ്പനി ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയുന്നതിന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തെളിവ് കൂടിയായിരുന്നു. എന്തായാലും നല്ല മത്സരത്തോടു കൂടി അദ്ദേഹത്തിന് പരാജയപ്പെടാൻ സാധിച്ചു. സൂപ്പർ താരമായ CM പങ്കിനെതിരെയുള്ള മത്സരത്തോടു കൂടി ഒരു റോ മെയിൻ ഈവൻറ്റിൽ പരാജയപ്പെടാൻ സാധിച്ചു എന്ന് ഓർത്ത് സാമി സൈനെ നിരാശയില്ലാതെ പോകാം എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ CM പങ്കിനെതിരെ ഒരു റീമാച്ചും സാമി സൈൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ മത്സരം ചിലപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്കും വെച്ചേക്കാം. പക്ഷേ CM പങ്കിനെതിരെ ഇനി സാമി സൈൻ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കില്ല. CM പങ്കിനെതിരെ എന്നല്ല, ഇനിയൊരു ചാമ്പ്യൻഷിപ്പ് അവസരം സാമി സൈന് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം. എന്തായാലും ഈ CM പങ്കിനെ വിജയിപ്പിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകും. കോഡി റോഡ്സിനെതിരെയുള്ള സ്റ്റോറി വരാൻ വേണ്ടിയിട്ടും മുഖ്യമായിട്ട് CM പങ്കിനെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ഇടണം. അതിന് കൃത്യമായിട്ടുള്ളൊരു പോയിന്റ് അവർക്ക് സൃഷ്ടിക്കാനും സാധിച്ചു. കാരണം സ്മാക്ഡൗണിൻ്റെ മെയിൻ ടൈറ്റിൽ എന്ന് അറിയപ്പെടുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് CM പങ്കിൻ്റെ കയ്യിലേക്ക് വന്നു. ഇനി അദ്ദേഹത്തിന് ബ്ലൂ ബ്രാൻഡ് എന്ന് അറിയപ്പെടുന്ന ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൂടുമാറാൻ സാധിക്കും. അപ്പോൾ കോഡി റോഡ്സ് കളിക്കേണ്ട മത്സരം CM പങ്ക് വന്നിട്ട് എടുത്തിട്ട് അദ്ദേഹം ചാമ്പ്യനായി. ഇത് ചോദിച്ചിട്ട് കോഡി റോഡ്സിന് വേണമെങ്കിൽ CM പങ്കിനെതിരെയുള്ള ഒരു മത്സരത്തിലേക്ക് പോകാം. അങ്ങനെ സ്റ്റോറി ബിൽഡ് ചെയ്ത് സമ്മർ സ്ലാമിലെ ഒരു മത്സരത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കാം. ഇതൊക്കെയാണ് അവർ CM പങ്കിനെ ചാമ്പ്യനാക്കിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് ഇനി മറ്റെന്തെങ്കിലും ഒരു ഫാക്ടർ ഇട്ടുകൊണ്ട് ഒരു ട്വിസ്റ്റ് ട്രിപ്പിളിച്ച് കൊണ്ടുവരുമോ എന്നുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡ്സും ഇനിയുള്ള റോ എപ്പിസോഡ്സും കണ്ടു തന്നെ അറിയാം. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഒറ്റവാക്കിലെ ഉത്തരം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത
കുറേയധികം സർപ്രൈസുകൾ നടന്ന ഒരു റോ എപ്പിസോഡ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്ന ഒരു റോ എപ്പിസോഡ്. അഭിപ്രായങ്ങൾ ഇരുതലത്തിലും ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത നല്ല രസമുള്ളൊരു റോ എപ്പിസോഡ്. സമ്മർ സ്ലാമിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ബിൽഡപ്പുകൾ സമ്മർ സ്ലാമിന് ഒരു പോയിന്റ് കൊടുക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.